ഈ കാണുന്നതാണ് ബത്തേരി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ തകർത്ത് തരിപ്പണമാക്കിയ നമ്മുടെ ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഗണപതി വട്ടം എന്ന പേരിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. നമസ്കാരം, എല്ലാവർക്കും ജിദ്ദൂസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളെ ഒരു ചെറിയ വിവാദ വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളുടെ ഒരു വിവാദ വിഷയമാണല്ലോ, പ്രത്യേകിച്ചും വയനാട് ഭാഗത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന വിവാദ വിഷയമാണ് ഗണപതി വട്ടം സുൽത്താൻ ബത്തേരി ആണോ അതോ സുൽത്താൻ ബത്തേരി ഗണപതി വട്ടം ആയിരുന്നോ? ഇതിന്റെ ആദ്യത്തെ പേരെന്താണ്? ഇവിടേക്ക് ടിപ്പു സുൽത്താൻ വന്നിരുന്നോ? ടിപ്പുവിന്റെ ആക്രമണത്തിൽ ഗണപതി ക്ഷേത്രം തകർന്നിരുന്നു? ജൈന ക്ഷേത്രത്തിൽ സുൽത്താൻ ആയുധം ശേഖരിച്ചിരുന്നു? ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ NDA സ്ഥാനാർത്ഥിയായ കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വിമർശനങ്ങളാണ്, അല്ലെങ്കിൽ ഒരുപാട് ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിത് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, ഇത് സുൽത്താൻ ബത്തേരി ആവണമെന്നോ അല്ലെങ്കിൽ ഗണപതി വട്ടം ആവണമെന്നോ ഒന്നും ബാധിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പൊ നമുക്കെപ്പോഴും നമ്മുടെ സൗഹൃദങ്ങളും ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ഇവിടുത്തെ കൂട്ടായ്മയും തന്നെയാണ് വലുത്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിപ്പോ ഗണപതി വട്ടം ആയാലും സുൽത്താൻ ബത്തേരി ആയാലും നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്, ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് എനിക്ക് കിട്ടിയ കുറച്ച് അറിവ് വെച്ചിട്ട് ഞാൻ റെഫർ ചെയ്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ കാണാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊരു മാഗസിനാണ് പരിചയപ്പെടുന്നത്. ബത്തേരിക്കാർക്ക് സുപരിചിതമായിരിക്കും ഈ മാഗസിൻ. ഇത് നമ്മുടെ അസംഷൻ ഫെറോന ചർച്ചിന്റെ കൂദാശയോടനുബന്ധിച്ച് അവരിറക്കിയൊരു മാഗസിനാണ്. ബിയാത്തസ് എന്നാണ് ഈ മാഗസിന്റെ പേര്. അസംഷൻ ഫെറോന ചർച്ച് സുൽത്താൻ ബത്തേരി. ഈ ഒരു മാഗസിൻ ഇത് നിങ്ങളൊക്കെ കണ്ടതായിരിക്കും, സുപരിചിതമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു ഇമ്പോർട്ടന്റ് ഭാഗം എന്ന് പറയുന്നത് കാലത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇവിടേക്ക് ടിപ്പു സുൽത്താന്റെ ആക്രമണങ്ങളും ക്രൈസ്തവര് കുടിയേറി പാർത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടൊരു ഭാഗമുണ്ട്. ഇത് ഞാനൊന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ബത്തേരിയിലെ ക്രൈസ്തവ സാന്നിധ്യം 16-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മൈസൂറിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രഞ്ച് മിഷണറിമാർ ബത്തേരിക്കടുത്ത് കോളിയാടിയിൽ മിഷൻ പ്രവർത്തനം നടത്തിയിരുന്നു. ആദിവാസികളുടെ ഇടയിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറിമാരുടെ ശ്രമഫലമായി ഒരു ആദിവാസി ക്രൈസ്തവ സമൂഹം രൂപപ്പെടുകയും ഗണപതി വട്ടത്തിനടുത്ത് ഒരു ആരാധനാലയം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ടിപ്പുവിന്റെ ആക്രമണകാലത്ത് മറ്റ് ജൈന ഹൈന്ദവ ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടതുപോലെ പാതയരികിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ഇവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ സമൂഹം പലായനം ചെയ്യുകയോ മതപരിവർത്തനം നടത്തുകയോ ചെയ്തിരിക്കാം. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി നഗരത്തിലെ ആദ്യകാല പള്ളികളിൽ ഒന്നായ അസംഷൻ ഫെറോന ചർച്ചിന്റെ മുമ്പിലാണ്. ഈ പള്ളി, ഇത് പുതിയ പള്ളിയാണ്. ഇതിന്റെ പഴയകാല ചരിത്രങ്ങളാണ് നമ്മൾ ആ മാഗസിനിൽ കണ്ടത്. ഇതിന്റെ പുതിയ പള്ളിയുടെ നിർമ്മാണം കഴിഞ്ഞു. കൂദാശയോടനുബന്ധിച്ച് അവരിറക്കിയ ഒരു മാഗസിൻ, അടിച്ചിറക്കിയ മാഗസിനാണ്. അതിലെ ഡീറ്റെയിൽഡ് ആയ കാര്യങ്ങളാണ് നമ്മൾ കാണിച്ചത്. ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം തന്നെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഗണപതി വട്ടത്തിന്റെ ഒരു ചരിത്രം എങ്ങനെയാന്ന് വെച്ചാൽ, ഗണപതി വട്ടം നഗരത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു മാരിയമ്മ ക്ഷേത്രവും, പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ജൈന ടെമ്പിളും, അത് കഴിഞ്ഞാൽ ഈ അസംഷൻ ഫെറോന ചർച്ചും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗണപതി വട്ടം എന്ന പേരുണ്ടാവാൻ കാരണമായ ഗണപതി ക്ഷേത്രമാണ് ഈ ഒരു പാതയോരത്ത് നിൽക്കുന്നത്. ഇത്രയും മതസൗഹാർദ്ദത നിറഞ്ഞ ഒരു സംസ്കാരത്തിലേക്കാണ് ടിപ്പുവിന്റെ പടയോട്ടം വരുന്നത്. അതോടുകൂടിയാണ് ഇവിടെ അടിച്ച് തകർത്ത് കോലാഹലങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ പള്ളിയുടെ ഒരു കൂദാശയോടനുബന്ധിച്ച് അവരിറക്കിയ ഒരു മാഗസിനിൽ നിന്നാണ് നമുക്ക് കുറെ അധികം കാര്യങ്ങൾ കിട്ടിയത്. ഇനി നമുക്ക് നേരെ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോവാം. ഈ കാണുന്നതാണ് ബത്തേരി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ തകർത്ത് തരിപ്പണമാക്കിയ നമ്മുടെ ഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ ഗണപതി വട്ടം എന്ന പേരിലായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ സ്ഥലം അറിയപ്പെട്ടിരുന്നത്. പിന്നീടാണ് ടിപ്പുവിന്റെ ആക്രമണത്തിന് ശേഷം ഇത് സുൽത്താൻ ബത്തേരിയായി മാറിയത്. അതുവരെ ഇത് ഗണപതി വട്ടം എന്ന പേരിൽ തന്നെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഇവിടുത്തെ രേഖകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഈ ഗണപതി ക്ഷേത്രത്തിന്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന പഴയ വിഗ്രഹം അല്ല ഇപ്പോൾ ഉള്ളത്. ടിപ്പുവിന്റെ ആക്രമണം കഴിഞ്ഞതിന് ശേഷം ആ വിഗ്രഹമൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ക്ഷേത്രത്തിന്റെ പുതിയ പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം ഇതിന്റെ ഒരു പ്രവർത്തനം ചെറിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് ക്ഷേത്രം എന്ന് പറയാനൊന്നുമില്ല, ഒരു ചെറിയ ഗണപതി ഭഗവാന്റെ ഒരു വിഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യത്തെ വിഗ്രഹം തകർത്ത് കളഞ്ഞു. പിന്നീട് രണ്ടാമതൊരു ചെറിയ വിഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓരോ മാറി വന്ന കാലഘട്ടങ്ങളിലെല്ലാം അതിൻ്റെ ഒരു നിർമ്മാണം പൂർത്തിയാക്കി പുതിയ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചു. ഈ ക്ഷേത്രം അത്യാവശ്യം ഡെവലപ്പായി, അത്യാവശ്യം ഒരു നടവരവ് ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളിവിടെ സമൂഹ വിവാഹങ്ങളൊക്കെ നടത്തി ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും അടുത്ത ഭീഷണി. ദേവസ്വം ബോർഡിന് ഈ ക്ഷേത്രം വേണം എന്നുള്ളതായി അടുത്തൊരു അജണ്ട. അങ്ങനെ ഇവിടുത്തെ ഭക്തജനങ്ങളെല്ലാം ഒരേ മനസ്സോടുകൂടി തന്നെ നിന്ന് ശക്തമായ പ്രതിഷേധത്തോടു കൂടി നമ്മൾ ഈ ക്ഷേത്രം വീണ്ടും ഇവിടെ ട്രസ്റ്റിന്റെ കീഴിലേക്ക് തന്നെ എത്തിച്ചു എന്നുള്ളതാണ്. ദേവസ്വം ബോർഡിന് വിട്ടുകൊടുക്കാതെ തന്നെ നമ്മൾ സംരക്ഷിച്ചൊരു ക്ഷേത്രമാണ്.
ഇന്നിപ്പോൾ പുനരുദ്ധാരണമൊക്കെ കഴിഞ്ഞ് ഗംഭീരമായ ഒരു ക്ഷേത്രമായിട്ടാണ് നമ്മുടെ ഈ ബത്തേരി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാലത്ത് ഈ ക്ഷേത്രത്തിൽ അന്തിത്തിരി കത്തിക്കാൻ പോലും വരുമാനമില്ലായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അന്നത് സർക്കാരിന് വേണ്ടെന്ന് മാത്രമല്ല, സർക്കാർ ഒരു സഹായം ചെയ്തില്ല. അതിനുശേഷം ഇതിനകത്ത് ഈ ക്ഷേത്രത്തിൽ അത്യാവശ്യം നടവരവൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സർക്കാരിന് ഇത് ആവശ്യമായി വന്നു. ഇത് നേരെ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കാനുള്ള ഓർഡർ വന്നു. പക്ഷേ ഇവിടുത്തെ ഭക്തജനങ്ങൾ ഒരേ മനസ്സോടുകൂടി നിന്നതുകൊണ്ട് നമുക്കിത് കമ്മിറ്റിക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഇവിടെ ഗംഭീരമായ വർക്കുകളും അല്ലെങ്കിൽ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ കേരളത്തിലെ തന്നെ പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒരു ഗണപതി ക്ഷേത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഗണപതി വട്ടം ഗണപതി ക്ഷേത്രം. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ചർച്ചയോടുകൂടി ഇത് കേരളക്കരയാകെ ഫേമസ് ആയി എന്നുള്ളതാണ്. ഇവിടെ ലൈറ്റിന്റെ കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ, അതാണ് ഇത്ര ക്ലിയർ ആവാത്തത്. എന്തായാലും ഇതിന്റെ ഒരു രത്ന ചുരുക്കം, ഒരു ആനച്ചന്തം, ഈ ക്ഷേത്രത്തിന്റെ ഒരു ആനച്ചന്താണ് നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് വിവാദ വിഷയമായ ടിപ്പു ആയുധം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ആ ജൈന ടെമ്പിളിലേക്കാണ്. ഇത് നമ്മുടെ ബത്തേരി നഗരത്തിന്റെ ആരംഭത്തിൽ തന്നെയാണ് ഈ ജൈന ടെമ്പിൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് ജൈന ടെമ്പിളിന്റെ ബോർഡും കാര്യങ്ങളും എല്ലാം കാണാം എന്നുള്ളതാണ്. ടെമ്പിളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ വയനാട്ടിലെ അല്ലെങ്കിൽ ബത്തേരിയിലെ പ്രത്യേകിച്ച് എന്ത് വിശേഷങ്ങൾ ഉണ്ടെങ്കിലും ഗോത്രാചാരങ്ങളൊക്കെ നമ്മൾ ഇതിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തന്നെയാണ് വീഡിയോകളൊക്കെ ചെയ്തിട്ടുള്ളത്. എങ്കിലും ഇന്ന് നമ്മൾ ഇതിന്റെ കുറച്ചും കൂടി ഒരു വ്യക്തത വരുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇതിപ്പോ ആർക്കിയോളജിയുടെ അണ്ടറിലാണ് ഇതിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാദരക്ഷകളൊക്കെ നമ്മൾ അഴിച്ചു വെച്ചിട്ട് വേണം ഇറങ്ങാൻ. അങ്ങനെയുള്ള ഒരു ക്ഷേത്രാചാരം തന്നെയാണ് ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത്. ഇവരുടെ ഈ ഒരു ജൈനന്മാർ ചില പ്രത്യേക ദിവസങ്ങളിൽ ഇവിടെ വന്ന് പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മളെന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ പാലിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപം തകർന്നു കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. നമ്മുടെ മുൻപിലെ വീഡിയോയിലൊക്കെ ഇത് വ്യക്തമായിട്ട് കാണിച്ചതാണ്. അപ്പോൾ ഇതാണ് മുഖമണ്ഡപം മാത്രമേ ഇതിന്റെ ശരിക്കും തകർന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും ടിപ്പുവിന്റെ ആക്രമണത്തിൽ തകർക്കാത്തതിന് ഒരു കാരണം കൂടിയുണ്ട്. നമുക്കറിയാം, ഇന്നാണെങ്കിലും അന്നാണെങ്കിലും മൈസൂർ കഴിഞ്ഞ് ഗുണ്ടൽപേട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ ബത്തേരിയാണ് അല്ലെങ്കിൽ നമ്മുടെ ഗണപതി വട്ടാണ് വലിയൊരു നഗരമുള്ളത്. അതിനു മുമ്പ് ഫുൾ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഈ നഗരത്തിൽ ഇത്രയും അടിപൊളിയായ ഒരു ബിൽഡിംഗ് വേറെ ഇല്ല. ഇത്രയും ഗംഭീരമായ, അന്നത്തെ കാലഘട്ടത്തിലും ഇത്രയും ഗംഭീരമായ ഒരു ബിൽഡിംഗ് ഇല്ല. അപ്പോൾ ടിപ്പുവിന്റെ ആയുധങ്ങൾ ശേഖരിച്ച് വെക്കാനായിട്ട് ഇത്രയും സേഫ്റ്റി ആയിട്ടുള്ളൊരു ബിൽഡിംഗ് വേറെ ഇല്ല എന്ന് മനസ്സിലാക്കിയ ടിപ്പു ഇത് പൂർണ്ണമായിട്ടും തകർത്തില്ല എന്നുള്ളതാണ് പല ചരിത്രങ്ങളും പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വർത്തമാന മഹാവീരനാണ്. ഇതിനുള്ളിലാണ് ആ ശ്രീകോവിലുള്ളത്. ആ ശ്രീകോവിൽ നമ്മൾ ഗേറ്റ് ഇട്ട് ഒരു ഡോർ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അവിടെയായിരുന്നു വർത്തമാന മഹാവീരന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചിരുന്നത്. അതൊക്കെയാണ് തകർത്ത് കളയപ്പെട്ടത്. ഇതെല്ലാം ആ ഒരു ആക്രമണത്തിൽ തകർക്കപ്പെട്ട ശിലകളാണ്, തൂണുകളാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. നമ്മൾ പറഞ്ഞല്ലോ ഈ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ ഗണപതി വട്ടം എന്ന പേര് നിലനിൽക്കെ തന്നെ ഈ ഒരു പ്രദേശത്തിന്റെ പേര് ഹന്നരുടെ വീതി എന്നായിരുന്നു. ഹന്നരുടെ വീതി എന്ന് പറഞ്ഞാൽ 12 തെരുവുകൾ എന്ന് പറയുന്ന ഒരു കന്നഡ വേർഡാണ്. അതായത് ഇവിടെ ഒരു 12 തെരുവുകൾ, ഈ ജൈനന്മാരുടെ 12 തെരുവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഈ ഗണപതി വട്ടത്തെ മൊത്തത്തിൽ പറയുന്ന പേരല്ല. നമ്മളിപ്പോൾ ചുങ്കം അല്ലെങ്കിൽ കോട്ടക്കുന്ന് എന്നൊക്കെ പറയുന്ന ഓരോ പ്രദേശം പറയുന്നത് പോലെ ഈ ജൈന ടെമ്പിൾ നിന്ന ഈ പ്രദേശത്തെ മാത്രം പറഞ്ഞിരുന്ന സ്ഥലമായിരുന്നു ഹന്നരുടെ വീതി എന്നുള്ളത്. ആ ക്ഷേത്രത്തിലേക്കാണ് ആ പ്രദേശത്തേക്ക് അവരുടെ ആ കൾച്ചറിലേക്കാണ് ടിപ്പുവിന്റെ പടയോട്ടത്തിൽ ഇങ്ങോട്ട് വരികയും ഇവിടുത്തെ ആളുകളെയൊക്കെ അടിച്ചോടിച്ച് പലായനം ചെയ്യിച്ചതിന് ശേഷം ഇവിടെ ആയുധപ്പുര, വെടിക്കോപ്പുകൾ സൂക്ഷിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ചരിത്രങ്ങൾ പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട മാഗസിനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ, ആ ക്രൈസ്തവ ദേവാലയങ്ങളൊക്കെ തകർത്ത് ആ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അതോടൊപ്പം തന്നെയാണ് ഈ ക്ഷേത്രവും തകർക്കപ്പെടുന്നത്. അറിയാം, ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട് ബ്രിട്ടീഷുകാർ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ടിപ്പു ഇവിടെ വരികയും ടിപ്പുവിന്റെ ആയുധങ്ങൾ ഇവിടെ ശേഖരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ക്ഷേത്രം തകർക്കുകയും ഇതിൽ ആയുധ ശേഖരണങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ സുൽത്താന്റെ ആയുധ ശേഖരം എന്ന് അർത്ഥം വരുന്ന സുൽത്താൻസ് ബാറ്ററി എന്ന് ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തെ വിളിച്ചു എന്നുള്ളതാണ്. പിന്നീട് മലയാളീകരിച്ച് സുൽത്താൻ ബത്തേരിയായി. അതാണ് ഇതിന്റെ ചരിത്രങ്ങൾ. അപ്പൊ ഈ ഒരു വിവാദ വിഷയമായ സമയമായതുകൊണ്ട് കൂടുതൽ ആളുകളാണ് സന്ദർശകരായിട്ട് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ വൈഭവം നിറഞ്ഞ ഒരുപാട് കൊത്തുപണികൾ, ശില്പങ്ങളൊക്കെ നമുക്ക് കാണാം. ഇവിടെ ഒരു നാഗത്തിന്റെ ശില്പം കാണാൻ കഴിയും. അപ്പോൾ ഇതിന്റെ ഒരു ശില്പിയുടെ കരവിരുതാണിത്. ഇതിന്റെ തലയിലൂടെ വിരലോടിച്ച് നമുക്ക് വാലിലെത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്ക് എവിടുന്നെങ്കിലും കൺഫ്യൂഷനായിട്ട് ആ റൂട്ട് മാറിപ്പോകും. അത്രയും രസകരമായ ഒരു നിർമ്മാണം തന്നെയാണ് നമുക്ക് ഈ ജൈന ടെമ്പിൾ കാണാൻ കഴിയുന്നത്. ടിപ്പുവിന്റെ ആക്രമണത്തിൽ തകർന്നുപോയ ക്ഷേത്രങ്ങൾ ഇത് മാത്രമല്ല, നമ്മുടെ കൽപ്പറ്റ മയിലാടിപ്പാറയുടെ മുകളിൽ ഒരു ജൈന ടെമ്പിൾ ഉണ്ട്. അതായത് ചന്ദ്രനാഥ സ്വാമിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. ആ പ്രതിഷ്ഠയും ടിപ്പുവിന്റെ പടയോട്ടത്തിൽ തകർക്കപ്പെട്ടതാണ്. പിന്നീട് വന്ന കാലഘട്ടത്തിൽ അവിടെയും പുനർപ്രതിഷ്ഠ നടത്തിയിട്ടാണ് ഇപ്പോൾ പൂജകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തതാണ്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കണേ. അന്ന് ഈ ക്ഷേത്രത്തിന്റെ പൂജാ സാമഗ്രികൾക്ക് ആവശ്യമായ വസ്തുക്കളൊക്കെ അരച്ചിരുന്ന ഒരു ആട്ടുകല്ലെന്നോ അല്ലെങ്കിൽ അരകല്ലെന്നൊക്കെ നമുക്ക് പറയാവുന്ന കുറച്ച് കല്ലുകളൊക്കെ നമുക്കിവിടെ കാണാം. കണ്ടോ, നല്ല രസകരമായൊരു ടെമ്പിളായിട്ടാണ് നമുക്ക് ഇപ്പോഴും ഇത് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും അതിനൊരു ലീക്കില്ല എന്നുള്ളതാണ്. ഇതിന്റെ നിർമ്മാണമൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല.
അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്ന് ഒരു തുരങ്കപാത മൈസൂരിലേക്ക് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു വ്യക്തതയില്ല. കാരണം ഒരു തുരങ്കം ഉണ്ടാക്കാനുള്ള കാലഘട്ടമൊന്നും ടിപ്പു ഇവിടെ ഭരണം നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു കിണറുണ്ട്. ആ കിണർ ഖനനം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഗണപതിയുടെയും മഹാവിഷ്ണുവിന്റെ ഒക്കെ ശില്പങ്ങൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ജൈനന്മാർക്ക് ശേഷം ഹൈന്ദവ ആചാരവും ഇവിടെ നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതാണ് നമ്മൾ ആ പറഞ്ഞ കിണർ. ഈ കിണർ ഖനനം ചെയ്തപ്പോഴാണ് നമ്മൾ പറഞ്ഞ ആ മഹാവിഷ്ണുവിന്റെയും ഗണപതിയുടെ ഒക്കെ വിഗ്രഹങ്ങൾ ഇതിനകത്ത് നിന്ന് ലഭിച്ചു എന്ന് പറഞ്ഞത്. ഒരു ചതുരാകൃതിയിലാണ് ഈ കിണർ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ സ്ഥലത്തിന്റെ പേര് ഹന്നരുടെ ബീതി എന്നുള്ളതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യത്തെ വീഡിയോയിലും നമ്മൾ ഇതിനെക്കുറിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ പല ആളുകളും ചോദിച്ചൊരു ചോദ്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ ഹന്നരുടെ ബീതി എന്ന് ഈ സ്ഥലത്തിന് പേരിട്ട പോരെ ഗണപതി വട്ടം എന്നാക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഹന്നരുടെ ബീതി എന്ന് പറയുന്ന റെക്കാർഡിക്കൽ നെയിം അല്ല, അത് വായ്മൊഴിയായിട്ട് പറഞ്ഞു വന്നതാണ്. നമുക്ക് ഈ ആധാരങ്ങളിൽ, പഴയ ആധാരങ്ങളിലോ അങ്ങനെയുള്ള രേഖകളിലൊന്നും ആ ഒരു പേരില്ല. പിന്നെ ഹന്നരുടെ ബീതി എന്ന് പറയുന്ന ഈ പ്രദേശത്തിന് മാത്രം പറയുന്ന പേരാണ്. ഇപ്പൊ ബത്തേരിയിൽ നമ്മൾ ചുങ്കം കോട്ടക്കുന്ന് എന്നൊക്കെ പറയുന്ന പോലെ പറയുന്നൊരു പേരാണ്. മൊത്തത്തിൽ ഈ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടം എന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ടിപ്പുവിന്റെ പടയോട്ടം നടക്കുന്ന സമയത്ത് ഈ ടിപ്പുവിന്റെ പടയാളികളും ടിപ്പു അടങ്ങുന്ന പടയാളികൾ ഈ ഗോത്രവാസികളുടെ ഭവനങ്ങളിലേക്ക് കയറി, അന്ന് അവരുടെ കുടിലേക്ക് കയറിയിട്ട് അവരുടെ മൃഗങ്ങളെ ഭക്ഷിക്കുകയും മുറിച്ച് ഭക്ഷിക്കുകയും അവരുടെ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും അങ്ങനെ അവർക്ക് വലിയ ദ്രോഹങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ പലായനം ചെയ്തു പോയി എന്നൊക്കെയാണ് ചരിത്രങ്ങൾ പറയുന്നത്. ഈ പ്രദേശത്ത് നിന്ന് പലരും ഓടിപ്പോയി പലായനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ മാഗസിനിൽ ക്രൈസ്തവർ പലായനം ചെയ്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തത് സുൽത്താൻ ബത്തേരിനെ ഗണപതി വട്ടം ആക്കാൻ വേണ്ടിയൊന്നുമല്ല. കാരണം നമ്മൾക്കിത് ഗണപതി വട്ടമായാലും സുൽത്താൻ ബത്തേരി ആയാലും എല്ലാം കണക്കാണ്. കാരണം നമ്മൾ ചെറുപ്പം മുതലേ കേട്ടു വളർന്നിട്ടുള്ള പേര് ബത്തേരി, സുൽത്താൻ ബത്തേരി, ബത്തേരിക്കാർ എന്നൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മൾ പണ്ടൊക്കെ നാട്ടിലൊക്കെ പോകുമ്പോൾ, നമ്മുടെ യൂട്യൂബൊക്കെ ഇങ്ങനെ ഫേമസ് ആവുന്നതിന് മുമ്പ് നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ബത്തേരിയിൽ എവിടെയാണ്, സുൽത്താൻ ബത്തേരിയിലാണോ, എസ് ബത്തേരിയിലാണോ, അതോ ഡാ ബത്തേരിയിലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ ഡാ ബത്തേരി എന്ന് പറയുന്ന, എസ് ബത്തേരി എന്ന് പറയുന്ന സുൽത്താൻ ബത്തേരിയുടെ ഷോർട്ടാണ്. അതുപോലെ തന്നെ ഈ എസ് ഇങ്ങനെ എഴുതുമ്പോൾ ചില ആളുകൾ അത് ഡായാന്ന് വിചാരിച്ചു ഒരു നർമ്മം കലർന്ന രീതിയിൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഡാ ബത്തേരിയിലാണോ എന്നൊക്കെ. അപ്പൊ ആ കാര്യത്തിനൊക്കെ ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഈ സുൽത്താൻ ബത്തേരി, എങ്ങനെയാണ് ഈ ഗണപതി വട്ടം സുൽത്താൻ ബത്തേരിയിലേക്ക് വന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ ചില കുട്ടികൾക്ക് അറിയില്ല. അതുപോലെ തന്നെ ഇന്ന് കേരളക്കരയാകെ ഈ സുൽത്താൻ ബത്തേരിയും നമ്മുടെ ഗണപതി വട്ടവും ടിപ്പുവിന്റെ പടയോട്ടങ്ങളും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഇത് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക, ഇതിന്റെ യാഥാർത്ഥ്യം എത്തിക്കുക, ഒരു ബത്തേരിക്കാരൻ എന്ന നിലയിൽ ഇതിന്റെ യാഥാർത്ഥ്യം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ് എന്ന് തോന്നിയുകൊണ്ടാണ് നമ്മളിത് ചെയ്തത്. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം ഇതിന്റെ താഴെ രേഖപ്പെടുത്തണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇത് പൊങ്കാല ആയിരിക്കും എന്നറിയാം. എങ്കിലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പൊ ഇനിയും പുതുമയുള്ള പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.